8 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേരളത്തിൽ കേരയിലിനെ പറ്റി സംസാരിച്ച്. ആ കേരയിൽ സംസാരിക്കുമ്പോൾ അന്ന് മാതൃഭൂമി എൻ്റെ ഒരു ലേഖനം എഴുതി, കേരയിലിന് ബദൽ കെ ഫ്ലൈറ്റ്. പക്ഷേ എന്നെപ്പോലത്തെ ആളുകളുടെ ശബ്ദം ചെറുതായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. ഇപ്പം ഞാൻ ഈ ഗവൺമെൻറ് വന്നു, വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുതിയ സഹകരണ വകുപ്പ് മന്ത്രി വന്നു, അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷകളുണ്ട്. എന്താണ് സ്പീഡ് റെയിൽവേയും ഫ്ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം? സ്പീഡ് റെയിലിന് നമുക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 50,000-ലും മേലെ കോടി രൂപയാണ്. പിന്നെ ലാൻഡ് കാര്യങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ട സമയം. നമ്മളെ ഉദ്ദേശം, ഞാൻ ഗവൺമെൻറ്റിൽ കൊടുത്ത നിർദ്ദേശം, നമ്മൾ 72 സീറ്റുള്ള 4 ഫ്ലൈറ്റ്, അത് തുടക്കത്തിൽ 2 ഫ്ലൈറ്റ്, പിന്നീട് 2 ഫ്ലൈറ്റ്, അത് ലീസിനെടുത്ത് ഒരു കൊല്ലം ഒരു ഫ്ലൈറ്റ് ഓടാൻ വേണ്ട തുക എന്ന് പറയുന്നത് 3,20,00,000. നിങ്ങളത് 4 കോടിയായിട്ട് റൗണ്ട് ചെയ്തോ. അങ്ങനെ വെച്ചാൽ നമുക്ക് 48 കോടി രൂപയാണ് ഒരാളെ പോലും കയറ്റാതെ ഒരു വർഷം നമുക്ക് ഒരു ഫ്ലൈറ്റിന് വേണ്ട പൈസ. ലീസ്, അതിൻ്റെ ഇന്ധനം, അതിൻ്റെ ജീവനക്കാർ ഒക്കെ അടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്ക് 200 ആളുകൾക്ക് ജോലി കൊടുക്കാം. പൂർണ്ണ തോതിലെത്തുമ്പോൾ അത് വളരെ വർദ്ധിക്കും. നമ്മൾ ഈ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞു, നമ്മളുടെ തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി ഈ എയർപോർട്ടുകളുടെ ഒരു ഹബ്ബാക്കി മാറ്റും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിലാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഈ എയർപോർട്ട്, കൊച്ചി എയർപോർട്ട് സത്യത്തിൽ ഗവൺമെൻറ്റിന് സ്വകാര്യ മേഖലയല്ലോ. അതുപയോഗിച്ച് നമ്മളുടെ ഈ ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. ആദ്യത്തെ സ്ഥിതിയിൽ ബാംഗ്ലൂർ, മംഗലാപുരം, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, മധുരൈ, ചെന്നൈ, കോയമ്പത്തൂർ, ഇത്ര സ്ഥലത്തേക്ക് നമുക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ കഴിയും. ഒരു ട്രിപ്പിൽ 72 ആളുകൾക്ക് പോകാൻ പറ്റും. ഒരു 5 ടണ്ണോളം നമ്മുടെ കാർഗോ കൊണ്ടുപോകാൻ കഴിയും. അപ്പം ഈ കാര്യങ്ങൾ ഗവൺമെൻറ്റിൽ പറഞ്ഞപ്പം ഗവൺമെൻറ് വളരെ ഇൻട്രസ്റ്റ് ചെയ്ത്, പ്രത്യേകിച്ച് സഹകരണ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വളരെ വേഗത്തിൽ മന്ത്രിസഭയിൽ കൊണ്ടുവരുമെന്നു ഇത് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ, ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പൈലറ്റാവാൻ അവൻ പഠിച്ചിറങ്ങാൻ 1 കോടി രൂപയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാവും? ഫ്ലൈറ്റ് ഓട്ടാൻ കഴിയില്ല. അവൻ സെക്കൻഡ് ഓഫീസറായിട്ട് പോവാൻ വിമാന കമ്പനികൾ, നമ്മുടെ ഇന്ത്യക്ക് തുടങ്ങിയുള്ളവരുടെ ഇന്ത്യയിൽ ഏറെ ആളുകളും സിംഗപ്പൂരിനെയും ഓസ്ട്രേലിയയും ദുബായിയൊക്കെ ആശ്രയിക്കുന്നത്. അത് ഏകദേശം 50 ലക്ഷം ടു 1 കോടിയും കൂടി മുടക്കിയിട്ടാണ് ഇത്ര അവർ ഫ്ലൈ ചെയ്തിട്ട് അവൻ പൈലറ്റായി വരുന്നത്. ഇതൊക്കെ തന്നെ നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും. കേരളത്തിലെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ മുഴുവൻ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അത് നമുക്ക് വേണ്ട പൈസ എന്ന് പറയുന്നത് 400 കോടിയാണ്. സഹകരണ മേഖലയിൽ ഇത് തുടങ്ങിയാൽ
ഒരു സഹകരണ സംഘം 2 കോടിയുടെ ഷെയർ എടുത്താൽ 400 കോടി എന്ന് പറയുന്നത് 200 സഹകരണ സംഘങ്ങളെ കൊണ്ടു. അതൊരു വലിയ മാറ്റമായിരിക്കും കേരളത്തിൽ. ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു മാറ്റമായിരിക്കും. യാത്രയ്ക്ക് വളരെ വേഗതയുണ്ടാവും. ഇപ്പം നമ്മൾ സ്പീഡ് തീവണ്ടികളിൽ സ്പീഡ് വണ്ടികളിൽ ഉപയോഗിക്കുന്നത്, ട്രെയിനുകൾ ഉപയോഗിക്കുന്നത് ഏകദേശം തൽക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ കാസർഗോട്ടേക്ക് 5000 മേത്ത തുകയാണ്. നമ്മളിത് തുടക്കത്തിൽ പരമാവധി 3500 മാക്സിമം 7000 വാങ്ങാൻ പാടുള്ളൂ 2 കൊല്ലം. നഷ്ടമായിക്കോട്ടെ. അതോടി അതിലാളുകൾ കയറി അതിൻ്റെ സൗകര്യങ്ങൾ കണ്ട് യാത്രക്കാരെ ഇതിൽ എടുത്താൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് 20-25 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എല്ലാ എയർപോർട്ടിലും നമുക്ക് എത്താൻ പറ്റും. ടിക്കറ്റിലാച്ചാൽ 1 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് വേക്കൻ്റായി കിടക്കുന്നുണ്ടെങ്കിൽ അത് പകുതി പൈസയ്ക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ വിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് കേരളത്തിലെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുക. അത് നാളെ വരുമോ എന്നൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. എൻ്റെ ഒരു ഐഡിയ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പറഞ്ഞു. നടപ്പിലാവില്ലേ എന്നൊക്കെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. 8 കൊല്ലമായി ഇങ്ങനെ ഒരാശയം കൊണ്ടു നടന്ന് അതിനൊരു സപ്പോർട്ട് കിട്ടുമ്പം ആ സപ്പോർട്ട് കേരളം അറിയണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. മറ്റൊരു കാര്യം, ഞാൻ ഇപ്പം ബുധനാഴ്ച പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യുക. അത് നമ്മുടെ നെഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ പാതയ്ക്ക് വേണ്ടിയിട്ടാണ്. എത്ര കൊല്ലം ബ്രിട്ടീഷുകാരൻ കൊണ്ടുവച്ചതാണ് നിലമ്പൂർ വരെയും അവിടെ നിന്ന് നെഞ്ചങ്കോട് വരെയും. അത് പൂർണ്ണമാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാത്രി യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പം കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്, കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്, ഈ 2 ഗവൺമെൻറ്റുകളും വിചാരിച്ചാൽ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഈ നെഞ്ചങ്കോട് റെയിൽവേ പാതയ്ക്ക് വേണ്ടി വ്യക്തിപരമായി ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യുക ബുധനാഴ്ച. നമുക്ക് വേണ്ടത് ഹൈസ്പീഡ് റെയിലല്ല. റെയിലിന് ഞാൻ എതിരല്ല, വികസനത്തിന് ഞാൻ എതിരല്ല. നമ്മൾക്ക് വേണ്ട ഹൈസ്പീഡ് എന്ന് പറയുന്നത് നമ്മളുടെ റെയിൽവേ തന്നെ ഒരു 3ാമത് റെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരം ടു മാംഗ്ലൂർ വരെയും ഷൊർണൂർ ടു കോയമ്പത്തൂർ വരെയും ഒരു 3ാമത്തെ ലൈൻ അത് സൃഷ്ടിച്ചാൽ സ്പീഡ് ലൈനുകൾക്കും പ്രശ്നങ്ങളുണ്ടാവില്ല. ഈ നെഞ്ചങ്കോട് നിലമ്പൂർ പാത നിലവിൽ വന്നാൽ ഒരു 3ാമത്തെ ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു 3ാമത്തെ ലൈന് നമുക്ക് കിട്ടുക. അത്ര കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്, പങ്കുവെക്കാനുള്ളത്. ഗതാഗത വകുപ്പ് മന്ത്രീൻ്റെ കയ്യിൽ റെയിൽവേയും ഗതാഗത വകുപ്പ് മന്ത്രീൻ്റെ കയ്യിൽ ഫ്ലൈറ്റും കൊടുത്തിട്ടില്ല, എയർപോർട്ടും കൊടുത്തിട്ടില്ല. എയർപോർട്ട് CM-നാണ്. നിങ്ങൾ വിചാരിച്ചിട്ട് CP ജോണിന് ഈ 2 വകുപ്പും കൈകാര്യം ചെയ്യാൻ തരിക വെച്ചാൽ വളരെ വേഗത്തിൽ ഞങ്ങൾ ചെയ്തു തീർക്കും. കേന്ദ്ര അനുമതി വലിയ വിഷയമല്ല, ഫ്ലൈറ്റാണ് വിഷയം. ഇതിപ്പം കമ്പനി പലവരും തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ കയ്യിലൊന്നും പൈസ ഇല്ല. പൈസ 2 കോടി ഉണ്ട് വെച്ചാൽ ഒരു കമ്പനി തുടങ്ങാം. പക്ഷെ നമ്മൾ 400 കോടിയും കമ്പനിയിലാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സഹകരണ മേഖലയിൽ ലോകത്തൊരു പുതുമയായിരിക്കും ഇത്. സർക്കാർ തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സഹകരണ മേഖലയിൽ മുഖ്യമന്ത്രി
ചെയർമാനും വൈസ് ചെയർമാനായിട്ട് സഹകരണ വകുപ്പ് മന്ത്രിയും ഒരു 11 അംഗ ആളുകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ബോർഡും അതായിരിക്കണം ഇത് നിയന്ത്രിക്കുക. അതിൽ നല്ല വിദഗ്ധന്മാരെ ഒക്കെ കൊണ്ടുവരണം. ഞാനിതുമായി സംസാരിക്കാൻ പോയത് നമ്മുടെ എയർ ഇന്ത്യയിൽ റിട്ടയർഡ് ചെയ്ത ഒരു ചെറിയാനെ വെച്ചിട്ടാണ് ഞാൻ പോയി സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊരു വിഷയമല്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കല്ലാതെ നമുക്ക് പെർമിഷൻ കിട്ടില്ല. കിയാൽ മോഡൽ ആക്കാം. അതുതന്നെയാണ് മോഡൽ. അതാണ് ഏറ്റവും വിജയിച്ച മോഡൽ. ആ മോഡൽ തന്നെ നമ്മൾ ഉപയോഗിച്ചോളണം. സഹകരണ വകുപ്പിൻ്റെ കമ്പനി ആയിരിക്കുമല്ലോ അത്. ഈ 200 സഹകരണ സംഘങ്ങൾ എന്ന് ഞാൻ പറയുന്നത് 2 കോടി ഷെയറാണ് ഒരു സഹകരണ സംഘം. അത് 5 എണ്ണം എടുക്കാം. ഒരാൾക്ക് 10, ഒരു സൊസൈറ്റിക്ക് 10 എണ്ണം എടുക്കാം. അവരെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് 2 കൊല്ലത്തേക്ക് ഇത് നിങ്ങൾ തുടങ്ങണക്കാട്ട് മുമ്പേ ലാഭകരമാകുമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ല. നഷ്ടമില്ലാതെ ഒരു കൊല്ലം കൊണ്ട് തന്നെ പോകും. ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ നഷ്ടമില്ലാതെ പോകും. പക്ഷെ ലാഭകരമാവും എന്ന് പറയുന്നത് 2 കൊല്ലം എടുക്കും. നമ്മൾ എല്ലാ വിമാന കമ്പനികളും ലീസിനാണ് എടുക്കുന്നത്. ഇന്ത്യക്കൊക്കെ കുറേ സ്വന്തം വിമാനമുണ്ട്. എയർ ഇന്ത്യക്ക് സ്വന്തം വിമാനങ്ങളുണ്ട്. അത് നമ്മൾ ആലോചിക്കാനേ പറ്റില്ലല്ലോ. ഒരു വിമാനത്തിന്, ഈ പറഞ്ഞ വിമാനത്തിന് 200 കോടി വേണം ഒന്നിന്. അപ്പോൾ അതൊന്നും നമുക്ക് നടക്കില്ല. നമുക്ക് ലീസിനെടുക്കുക, 10 കൊല്ലത്തേക്ക് ലീസിനെടുക്കുക. അതാണല്ലേ. ഇപ്പം കഴിഞ്ഞ സർക്കാർ ഹെലികോപ്റ്റർ എടുത്തില്ലേ. നമുക്ക് ഹെലികോപ്റ്റർ വാങ്ങിയിട്ട് അതിന് വലിയ പൈസ വേണ്ട. ലീസിന് നമുക്ക് ഈ കമ്പനിക്ക് തന്നെ കൊടുക്കാം. ലീസ് അടക്കാൻ ഞാൻ പറഞ്ഞു ഈ 3,20,00,000 ഫ്ലൈറ്റിൻ്റെ അല്ല, ഒരു മാസം. അതൊരു റൗണ്ടാക്കുക നമ്മൾ 4 കോടി. അപ്പം 48 കോടി. ഇനി നഷ്ടം വരിക വെച്ചാൽ 48 കോടിയേ നഷ്ടം വരുള്ളൂ ഒരു ഫ്ലൈറ്റിൻ്റെ. അങ്ങനെ ഒരു സ്കീമില്ല. നമ്മളാണ് പറഞ്ഞത് കെ ഫ്ലൈറ്റ്. അതാച്ചപ്പം നമ്മൾ ഓടിപ്പോയിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വേണ്ടിയില്ലായിരുന്നു. നമ്മൾ ആലോചിക്കുന്നതൊക്കെ 50,000 കോടീൻ്റെ മേലെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. നമ്മളല്ല തന്നെ ഇവിടെ കടത്തിലാണ്. നമ്മൾ ചെറുത് ആലോചിക്കുക. അതിൽ പൊട്ടിയാൽ ഇത്രയേ വരുള്ളൂ. മനസ്സിലായേ? ഇത് ചെറുപ്പക്കാരുടെ ആവശ്യമാണ്. ഇപ്പം നിങ്ങൾ ഈ വന്ദേ ഭാരത് വരുമ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു അതിൽ ആൾ കയറുമോ, ഈ പൈസയ്ക്ക് ആൾ കയറുമോ. ഇപ്പം ടിക്കറ്റ് കിട്ടാനില്ല. ഈ ക്യൂ ഉണ്ടോ വന്ദേ ഭാരതിൽ? അല്ല, ടിക്കറ്റ് കിട്ടാനില്ല. അത് സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം കിട്ടാനില്ല. അപ്പം നിങ്ങൾ നല്ല സൗകര്യങ്ങൾ കൊടുത്ത ആളുകൾ വരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയമാണ്. നമ്മളെ സമയം എത്രയാണ്? 24,000 to 28,000 ദിവസമല്ലേ നമ്മുടെ സമയം. ആ സമയം നമ്മൾ വണ്ടിക്കും വെയിറ്റ് ചെയ്തിട്ടും ഒക്കെ പോവുക. അതെത്ര കുറച്ചെടുക്കാൻ പറ്റും നമുക്ക് യാത്രയിൽ? അതിന് ഏറ്റവും പറ്റിയത് ഫ്ലൈറ്റാണ്. അത് ഈ എയർപോർട്ടിൽ 2 മണിക്കൂർ അതൊക്കെ നിർത്തണം. ഈ ഫ്ലൈറ്റിന് അതൊന്നും പറ്റില്ല. ഇത് നമ്മൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എത്തണം. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കയറണം. 1/2 മണിക്കൂറായാലും കുഴപ്പമില്ല. ഇതിനപ്പുറത്ത് നമുക്ക് മൂന്നാർ, പത്തനംതിട്ട, വയനാട് ഈ 3 സ്ഥലത്തും ചെറിയ എയർപോർട്ട് ഉണ്ടാക്കിയാൽ ഈ ഫ്ലൈറ്റുകളെ അവിടെ ഇറക്കാം. അതും ഈ കമ്പനിക്ക് ആലോചിക്കാവുന്നതാണ്. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. സഹകരണ വകുപ്പ് മന്ത്രി ഒക്കെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഒരു പത്രസമ്മേളനം നിങ്ങളുടെ മുമ്പിൽ നടത്തുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു പുതിയ ഡെവലപ്മെൻറ്റാണ്.
അത് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇതിൻ്റെ തലപ്പത്തൊക്കെ ഞാൻ വരുമെന്നില്ല, അതിനൊന്നും ഞാൻ നിൽക്കില്ല. നമ്മൾ ഐഡിയ പറയാൻ മാത്രമേ ഉള്ളൂ. നടപ്പിലാക്കേണ്ട അതുമായിട്ട് കഴിവുള്ള ആളുകൾ, ചെറുപ്പക്കാർ ഒക്കെ വേണം. റിട്ടയർഡ് ചെയ്ത ആളുകളെ വല്ലാതെ ഉപയോഗിക്കാൻ വെക്കുക. മനസ്സിലായി? ഓരോ ബുദ്ധിയൊക്കെ പോയി ഉണ്ടാവും. അപ്പോൾ ചെറുപ്പക്കാർ, ഈ രംഗത്ത് കഴിവുള്ള ആളുകൾ, അവരൊക്കെ ഉപയോഗിക്കുക. അവർക്ക് നല്ല ശമ്പളം കൊടുക്കുക. ഇപ്പം നല്ല പൈലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പോയിട്ട് ഖത്തർ എയർവേസിൽ പൈലറ്റായാൽ 10 ലക്ഷം റുപ്യ. ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ഖത്തർ എയർവേസ്, അത് 10 ലക്ഷം റുപ്യ. എന്ത് പറഞ്ഞാൽ 6 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു പൈലറ്റിനില്ല. ഇവിടെ വെച്ചാൽ നമുക്ക് പൈലറ്റുമാർ ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. പല കമ്പനികളും പോയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൈലറ്റുമാർ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പൈലറ്റുമാരുടെ ശമ്പളത്തിൽ കുറവ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഞാൻ പറയുന്നത് ഈ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരിക, അവർക്കൊരു ജോലി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക, അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കഴിയും. ഇതെന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടീനെ തന്നെ സെക്കൻഡ് ഓഫീസറായിട്ട് നമുക്ക് ഇടാം. അവൻ ഓസ്ട്രേലിയയിൽ പോകുന്ന പൈസ ഒരു കോടി വെച്ചാൽ ഇവിടെ ഒരു 25 ലക്ഷം റുപ്യൻ്റെ ഫീസായിട്ട് അടയ്ക്കട്ടെ. അങ്ങനെ ആലോചിക്കാം. അപ്പം ഇതൊക്കെ കേരളത്തിലുള്ള വകുപ്പുകളല്ലേ. നിങ്ങൾ ഒരു സാധനം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിലാണ് പ്രശ്നം. NV രാഘവന് കൊടുത്തത് ആരും എടുക്കാനില്ലാത്ത സഹകരണ വകുപ്പും തുറമുഖ വകുപ്പാണ്. ഇപ്പം മുഖ്യമന്ത്രി വിടുന്നില്ല തുറമുഖ വകുപ്പ്. മനസ്സിലായ? NV രാഘവനാണ് വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ശരിക്ക് തിരുവിതാംകൂർ രാജാവാണ്. 1905 അദ്ദേഹം ഉണ്ടാക്കിയ പ്ലാനാണ്. പിന്നീട് അത് കണ്ടെത്തുന്നത് NVR ആണ്. പിന്നീട് അതിൻ്റെ അവസാനത്തെ ഒപ്പിടുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ആ വിഴിഞ്ഞം പോർട്ട് ആ സമയത്ത് നമുക്ക് അത് കിട്ടുന്നത് ആരും എടുക്കാനില്ലാത്ത സമയത്ത്. അതുകൊണ്ട് ജോണിന് കിട്ടിയ വകുപ്പ് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. ആഗ്രഹിക്കാൻ നമുക്ക് എന്തൊക്കെ ആഗ്രഹിക്കുക, ആരും തരണ്ടേ. അടുത്ത വീട്ടിലൊരു കുട്ടീനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചാൽ ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും തരണ്ടേ, നമുക്ക് കല്യാണം കഴിച്ച് തരണ്ടേ. ആഗ്രഹിക്കുക, ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും കൂടി വിചാരിക്കണോ? അതുകൊണ്ട് UDF വിചാരിക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ തരണം. ഞങ്ങളെ കയ്യിൽ ഏത് വകുപ്പ് വന്നാലും ഞങ്ങൾ വിജയിപ്പിക്കുന്നു അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെറുതായിട്ട് ഒന്നും കാണണ്ട. ട്രാൻസ്പോർട്ട് വലിയ വിജയമായിരിക്കും. അത് നിങ്ങൾ കാണാൻ പോകണേ ഉള്ളൂ. എന്താണ് നിങ്ങളിത് കൊടുക്കുമോ, സഹകരണ വകുപ്പ് കൊടുക്കുമോ, മറ്റേ കൊടുക്കുമോ? ഇതാണ് ആവശ്യം. അതെ, സഹകരണ വകുപ്പ് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു 10,000 കോടി രൂപ കിട്ടണം. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഗുസ്തി പിടിക്കാൻ പോകരുത്. നമ്മൾ NCDC ത്രൂ ഒരു 10,000 കോടി രൂപ കിട്ടിയാലേ നമുക്ക് ഇന്നുള്ള പല കാരണങ്ങളാലാണ് സഹകരണ മേഖലയിലുള്ള കുഴപ്പങ്ങൾ വന്നിട്ടുള്ളത്. കള്ളന്മാരൊരു നേരെ കയറി, മറ്റു പലതും വന്നിട്ടുണ്ട്. കോവിഡ് വന്നതിൻ്റെ ഭാഗം. പിന്നെ വെച്ചാൽ ഈ ലോൺ എടുത്തവർക്കൊക്കെ വിചാരം എന്താ വെച്ചാൽ പൈസ തിരിച്ചടക്കേണ്ടതെന്ന്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഒരു ഇപ്പം വേണ്ടത് നമുക്ക് 10,000 കോടി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. അതിന് സെൻട്രൽ ഗവൺമെൻറ് സെപ്പറേറ്റ് ഒരു ഫണ്ട് NCDC ത്രൂ തരണമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കഴിഞ്ഞില്ലേ? ഇതിപ്പോഴത്തെയോ? ഒരു ഗവൺമെൻറ് വന്നിട്ട് ഒരു പാസ്സായിട്ടില്ല. മന്ത്രി മര്യാദയ്ക്ക് ഇരുന്നില്ല. ഏത് ഒരു മാസം കൊണ്ടോ? ഒരു മാസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കേസ് അതാ എനിക്കറിയില്ല. ഒരു 2-3-4 മാസം എടുത്താൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു 90 ദിവസം സമയം കൊടുക്കുകയും ധർമ്മടോ ഒരു 90 ദിവസം സമയം കൊടുക്കും നിങ്ങൾ. എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം, എല്ലാവരെ പറ്റിയും പറയാം. ഓക്കെ, ഇങ്ങനെ ഈ പത്രസമ്മേളനം ഇവിടെ വെച്ച് നടത്തണമെന്ന് ഞാൻ വിചാരിച്ച്. ഞാൻ വളർന്ന മണ്ണ്, ഞാൻ ജനിച്ച സ്ഥലം, ഞാൻ നടന്നിട്ടുള്ള വഴി, അവിടുത്തെ പത്രക്കാരെ കാണുക, അവരോട് പറയാം എന്നുള്ള
എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയതും ഈ പ്രസ് ക്ലബും അല്ലെങ്കിൽ ഇവിടുത്തെ പത്രക്കാരും ഓടും പറഞ്ഞിട്ടാണ് തുടങ്ങിയുള്ളത്. എനിക്ക് കുറച്ച് ആളുകളെ മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് ഞാൻ വരാറുമില്ല, പോകാറുമില്ല, ഇന്നത് കൊടുക്കണമെന്ന് പറയാറുമില്ല, ഒന്നുമില്ല.